പൂക്കോട് പോയി. പിന്നെ പൂക്കോട് പോയി ടിക്കറ്റ് എടുത്തു. ഭയങ്കര വലിയ പൈസ ഗൈസ്. അങ്ങനെ ലോട്ട് കറങ്ങി. പിന്നെ ഇതിന് പാർക്ക് തപ്പിലടക്കേനി, പാർക്കൊന്നും കിട്ടില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു അന്ന് ബോട്ടിങ് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ ബോട്ടിങ് ചെയ്യാൻ ടിക്കറ്റ് എടുത്തു. അങ്ങനെ എൻ്റെ മോനെ ഇട്ടുള്ള നമ്മളെ ലിവർ കൺട്രോൾ ചെയ്തിനി, ലെഫ്റ്റ് ഓർ റൈറ്റ്. അതിൻ്റെ ഒരു സന്തോഷം കണ്ടില്ല നിങ്ങൾ, പുള്ളി സടയിനി അവനവിടെ. അങ്ങനെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് നമ്മുടെ പായ്ക്കപ്പൽ തേടിപ്പോയി. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഇതങ്ങോട്ട് ചവിട്ടാനാണ് പിന്നെയും പാട്. അവിടെയാണെങ്കിൽ ഫുള്ള് പായൽ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി എടുത്തിട്ട് കുറേ നമ്മൾ റൗണ്ട് അടിച്ച് നടന്ന്. പിന്നെ എൻ്റെ മോന് തിരിയല്, അതുകൊണ്ടാണ് വട്ടം കറങ്ങി വട്ടം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, ആ ചുറ്റൊന്നും ഇറങ്ങി കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എൻ്റെ കാലൊന്ന് സ്പാ ചെയ്തു ഗൈസ്. പക്ഷെ അത് ചെയ്തതോട് കൂടി ഞാൻ വിചാരിച്ച് ചെയ്യാണ്ടില്ലേനി, ഒരിക്കൽ പിന്നെ കാല് ഫുള്ള് വേദനയിനി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്തെങ്കിലും ഇതുപോലത്തെ സാധനം തിന്നിനി, മസാലപ്പൊരി പേരിപ്പൊരി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ റിസോർട്ട് പോയി. റിസോർട്ടിൻ്റെ പേര് സ്പേസ് അങ്ങനെ എന്തോ റോക്കാണ്, സൂപ്പർ റോക്കോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള റിസോർട്ട്. ഞാൻ അടിപൊളി റിസോർട്ട് കേട്ടോ. പിന്നെ നമ്മളവിടെ ലോബിയിൽ പോയി ചെക്കിങ് ചെയ്തു. പിന്നെ നമ്മളോട് പറഞ്ഞൊരു റൂമേ ഇപ്പോൾ റെഡി ആയിട്ടുള്ളൂ. ആ റൂമിൽ ഇപ്പോൾ ലഗേജൊക്കെ വെച്ചോളൂ. പിന്നെ നമ്മൾ ഫ്രണ്ടായിട്ട് അടുത്ത റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ വിളിച്ചപ്പോൾ അവർ വിചാരിച്ചു ഒരു റൂം മതിയെന്ന്. ഒരു റൂമിൽ 2 ബെഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഒരു റൂം മതിയായിരിക്കും എന്ന്. പക്ഷേ നമുക്ക് 2 റൂം വേണമെന്ന് പറഞ്ഞപ്പോൾ നല്ല മറ്റേ റൂം ക്ലീൻ ആക്കിയിട്ട് തരാം, അതുവരെ നിങ്ങൾ ഇവിടെ ഇന്നോളെ തന്നെ. അപ്പോൾ റൂംസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല റൂംസ് ഇനി. അങ്ങനെ റൂംസിൻ്റെ ടൂർ വേണമെങ്കിൽ പിന്നെ അത് പറഞ്ഞാൽ മതി, ഞാൻ പിന്നെ അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചൊന്ന് മുകളിലൊക്കെ കറങ്ങി തരാമെന്ന്. അങ്ങനെ മുകളിൽ എന്തൊക്കെയോ എന്താ പറയുക റോക്ക് കൊണ്ട് ഉണ്ടാക്കിയ ഷാർക്കോ അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞ്, അങ്ങനെ ഗ്ലാസ് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി. ഷാർക്ക് ഒരു റോക്കിനെ പല്ല് വെപ്പിച്ചിട്ട് അങ്ങനെ ഷാർക്കാക്കിയത്. വലിയ ഷാർക്കൊന്നുമില്ല എന്നാലും. പിന്നെ നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തിന് കേട്ടോ. നമ്മൾ കയറുമ്പോൾ സ്ലോ മോഷനത്തിലൊക്കെ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്ത് നല്ല വ്യൂ ഉണ്ടേനി കേട്ടോ. നല്ല മുകളിൽ കയറുമ്പോൾ നല്ല വ്യൂസ് കിട്ടീനി. അങ്ങനെ അവിടെ കുറേ സിറ്റിങ്ങും ഈ കയറുന്നതിൻ്റെ ഇടയിൽ കുറേ സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്നു. വ്ളോഗ് എന്ന് പറഞ്ഞാൽ കളിയാക്കാണ് ഗേസിൻ്റെ, അത് നിങ്ങളൊരു കളിയൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഷാർക്ക് കേട്ടോ. നല്ല വ്യൂവിനാണ്, നല്ല അടിപൊളി വ്യൂവിന്. പിന്നെ നമ്മൾ ക്ലാസ് പിടിച്ച് കയറി. ഈ കണ്ടത് ഫുൾ ഒരു വീഡിയോ എടുക്കലിൻ്റെ ഭാഗമാണ് ഗൈസ്, ഒരു വീഡിയോ എടുക്കലിൻ്റെ ഭാഗമാണ്. അങ്ങനെ കുറേ അങ്ങനെ നടക്കുക, കുറേ ഇങ്ങനെ നടക്കുക, ഇന്ന് കുറേ ഇതാക്കി നമ്മൾ ഈ ക്ലാസ് പിടിച്ച് കയറാണ് ഈ ഗൈസ്. അപ്പം ഇതെങ്ങനെ ഉണ്ട്, ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പിയാപ്പിള കളിച്ച കളി 18 നോക്കിയത്. അങ്ങനെ കുറേ ഇങ്ങനെ കൊഞ്ഞ് ഒപ്പിച്ച് ക്ലാസ് പിടിച്ചിട്ട് വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂവിന് കിട്ടും. അവർ പറഞ്ഞ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ വന്നാൽ നല്ല വ്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഒന്നുകൂടി വരാം നമുക്ക് ഈവനിങ് ആകുമ്പോൾ. ഇത് ഉച്ച ആ ടൈമിൽ കഴിഞ്ഞ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പ്ലേ ഏരിയ ഉണ്ട് പറഞ്ഞു കുട്ടികൾക്ക്. അങ്ങനെ പ്ലേ ഏരിയയിൽ കളിച്ചു, കുറേ നേരം കളിച്ചിരുന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വീഡിയോ വന്നു, നമ്മളെ ഫുഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണി. എന്ത് ബിരിയാണി എനിക്ക് ഓർമ്മയില്ല ഗൈസ്, അതായത് ഈ വീഡിയോ ഇപ്പോഴാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ബിരിയാണി ഉണ്ടെങ്കിൽ റോസ്റ്റും ഉണ്ടെങ്കിൽ അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്ത് ബിരിയാണിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്ന് എന്നോട് ചോദിക്കരുത്. പിന്നെ 2 ജ്യൂസോ ലൈമോ ആണെന്തോ പറഞ്ഞിനി. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ റൂം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മളെ റൂം റെഡിയായി ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ കിട്ടും. അങ്ങനെ കഴിച്ച് നമ്മൾ റൂം കാണാൻ പോയി. റൂമിൻ്റെ വീഡിയോ വേണമെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതി, ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കുറേ അങ്ങോട്ട് ലെങ്തി ആവട്ടെ, എനിക്ക് ഈ എഡിറ്റിംഗ് വലിയ വശമില്ലാത്തത് കൊണ്ട് ഈ വീഡിയോസൊന്നും എനിക്കങ്ങനെ എന്താ പറയുക ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് വലിയ ഇത് കിട്ടില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ വീഡിയോ ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ റൂം കണ്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടോ. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഇതാണ് നമ്മളെ റൂമ്. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നമ്മൾ പിന്നെ എന്താ ചെയ്തത്, കുറച്ച് നേരം റെസ്റ്റ് ഞാൻ പോയി. ഒന്നും കൂടി ഒന്ന് ഇത് കാണാനായി ഈവനിങ് വ്യൂ കാണാമെന്ന് വിചാരിച്ച് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ പോയി. ആ വ്യൂ സൂപ്പറായി. മാക്സിമം കഴിഞ്ഞിടത്തോളം ഞാൻ വീഡിയോസൊക്കെ കിട്ടാൻ കണ്ടിട്ടിപ്പിച്ചിട്ടുണ്ട്. അത് കുറച്ച് ഗ്ലാമറസ് ഒക്കെ അങ്ങനെ നിൽക്കുന്നതൊക്കെ പറഞ്ഞാൽ കുറേ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഈ വ്യൂ എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ, അടിപൊളിയല്ലേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പൂളിൽ ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ആയി, അയാളുടെ ഹോട്ടാണ് ഈസി കാണുന്നത്. അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മൾ പൂളിൽ ഇറങ്ങി. അത്യാവശ്യം വലിപ്പമുള്ള പൂളെ കിട്ടും. പിന്നെ ഐസിൻ്റെ കാലിൽ പറ്റിയോണ്ട് വല്ല അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ കഴിയില്ല, കാരണം അവൻ്റെ കാലിലൊക്കെ ഇട്ട് നനയരുതെന്ന് പറഞ്ഞിനി. അങ്ങനെ നമ്മൾ പൂളിലിറങ്ങി കുറച്ച് നേരം കളിച്ച്. പിന്നെ നമ്മൾ എന്താ പറയുക ഫുഡ് കഴിച്ചിട്ടോ, ചപ്പാത്തിയും ചിക്കൻ കറിയായി വാങ്ങിയത്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇനി പാർട്ട് 2 ആയിട്ട് പിന്നെ പറയാം. അപ്പം ഇത്രയുള്ളൂ കേട്ടോ.